നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തി പറഞ്ഞ പോലെ ആതിരെ വിഷമിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ എന്തെങ്കിലും പറഞ്ഞാലുടൻ തകർന്നു പോകുന്നവരല്ല ഞങ്ങൾ ആരും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആതിര ഈ വീട്ടിലെ മരുമകളാ. നീ ഈ വീട്ടിലെ മരുമകളുടെ അനിയത്തി. അതായത് നിന്നേക്കാളും അവകാശവും അധികാരവും ഈ വീട്ടിൽ ആതിരയ്ക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പരിധിക്കപ്പുറം ആതിരെ വല്ലതും പറഞ്ഞ അത് അനഘയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാനാ അർച്ചന ഇപ്പൊ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് പുഴുങ്ങാതെ നിന്റെ പാട് നോക്കി പോവെണ്ണേ. ദേ, നടക്കുമ്പോ തറയി നോക്കി നടക്കണം, ഇല്ലെങ്കിലേ മൂക്കിടിച്ച് എവിടെയെങ്കിലും വീഴും. ചെല്ല്. താനിതുവരെ റെഡിയായില്ലേ? റെഡിയാവാനോ? എവിടെ പോവാൻ? കൊള്ളാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്ന് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോണോന്ന്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി സച്ചേട്ടാ. ആ, അത് സാരമില്ല. താൻ വേഗം റെഡിയാവും, നമുക്ക് പോവാം. സച്ചേട്ടാ, ഞാനിന്നേ സന്ധ്യ ഡോക്ടറെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കാതെയാ ഞാൻ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ദിവസം പോയാ പോരെ? അയ്യോ, പെണങ്ങല്ല സച്ചേട്ടാ. നമുക്ക് നാളെയോ മറ്റൊരു ദിവസം ഉറപ്പായിട്ടും പോവാം. പ്ലീസ് സച്ചേട്ടാ, എന്റെ സച്ചേട്ടനല്ലേ, പെണങ്ങല്ലേ? അമ്പലത്തിൽ ഉറപ്പായിട്ട് നമുക്ക് പോവാം. ആ, അതിന് താൻ അമ്പലത്തിൽ വരാത്തോണ്ടാ ഞാൻ പിണങ്ങിയെന്ന് തന്നോട് ആര് പറഞ്ഞു? പിന്നെ പിന്നൊന്നുമില്ല. പിന്നെന്തിനാ ഈ പിണങ്ങി നിൽക്കുന്നേ? ആ, ഇന്നലെ ഞാൻ അടുത്ത് വന്നപ്പോ ഇന്ന് അമ്പലത്തിൽ ശുദ്ധിയായിട്ട് പോണെന്ന് പറഞ്ഞിട്ടല്ലേ താൻ മാറിക്കിടന്നേ. ആ, അതോർത്താ ഞാൻ പിണങ്ങി നിൽക്കുന്നേ. അത്ര ഉള്ള കാര്യം? അത് ഞാനിന്ന് സന്ധ്യ ഡോക്ടറെ കാണാൻ പോണെന്ന് പറഞ്ഞത് മറന്നുപോയതുകൊണ്ടല്ലേ. ഇതിപ്പോ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല, മാറിക്കിടക്കേണ്ടിയും വന്നു. ആ, ഇങ്ങനാണെങ്കിൽ കുഞ്ഞൊന്നും സ്വപ്നം മറക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ പറയല്ലേ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഞാൻ സച്ചേനോട് വേറൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്തേ? ഒരു തവണ ചോദിച്ചത് തന്നെയാ, കൂടുതലായി അറിയാനൊരാഗ്രഹം. ചോദിക്കേ. നന്ദേട്ടൻ അവന്തിയെടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പേ ഏതൊരു അമ്മാവന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ അമ്മാവന്റെ പേരറിയോ സച്ചേട്ടന്? അദ്ദേഹത്തിന്റെ പേര് അന്നെന്തോ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഹരിഹരൻ എന്നായിരുന്നോ? ആ, അതെ, ഹരിഹരൻ. അത് തന്നെയായിരുന്നു. അല്ല, തനിക്ക് എവിടുന്ന് കിട്ടി ഈ പേര്? ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. താൻ കുറച്ചു ദിവസമായല്ലോ ഏട്ടത്തിയുടെ ജീവചരിത്രവും തിരക്കി നടക്കുന്നു. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ചുമ്മാ ഒരു കൗതുകം. പല കാര്യങ്ങളിലും ഏട്ടത്തെ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക. അപ്പോ കൂടുതലായി അറിയണമെന്ന് തോന്നി. ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഈ ഹരിഹരൻ എന്ന അമ്മാവന്റെ വീട്ടില് എപ്പോഴെങ്കിലും സച്ചേട്ടൻ പോയിട്ടുണ്ടോ? ഇല്ല, അച്ഛനും നന്ദേട്ടനും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ തന്നോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ ചെന്ന് ക്ഷണിച്ചായിരുന്നു, അദ്ദേഹം വന്നില്ല. നന്ദേട്ടൻ പോയതുകൊണ്ടും ഏട്ടത്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും നമ്മളോട് ഒരകൽച്ചയാ. നന്ദേട്ടൻ പോയ സമയത്ത് അദ്ദേഹം ഏട്ടത്തെ തിരികെ വിളിച്ചുകൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഏട്ടത്തി പോകുന്നതിനോട് അച്ഛന് താല്പര്യമില്ലായിരുന്നു. അത് മനസ്സിലാക്കി
ഏട്ടത്തി ഇവിടെ തന്നെ നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്നുമില്ല. ഏട്ടത്തിക്ക് ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കറക്റ്റ് സ്ഥലമോ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലോ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ സച്ചേട്ടൻ? അല്ല, മറ്റൊന്നിനും അല്ല. അദ്ദേഹത്തിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അവന്റെ അടുത്തേക്ക് ആകെയുള്ളൊരു അമ്മാവനല്ലേ. അപ്പോൾ നമ്മുടെ ഈ കുടുംബമായിട്ട് അകന്നു കഴിയേണ്ട ഒരാളും അല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ച് തരാമോ സച്ചേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ. തനിക്ക് സംഘടിപ്പിച്ചു തരാം. അമ്പിളി, അമ്പിളി, അമ്പിളി ഇന്ന് വന്നില്ലേ മീരെ? കൊച്ചിന്റെ എന്തോ കാര്യത്തിന് സ്കൂൾ വരെ പോയിട്ടേ വരുമെന്ന് പറഞ്ഞിരുന്നു. സമയത്തിനും കാലത്തിനും കൃത്യമായി ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജോലിക്ക് വരണമെന്നില്ലാന്ന് അമ്പിളിയോട് പറഞ്ഞേക്ക്. മോളെ, നീ ഇങ്ങ് അടുത്ത് വന്നേ. നീ മുറ്റമടിക്കുന്ന കണ്ടു. ഈ സമയത്ത് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? മോളോട് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ? അയ്യോ ഇല്ല, ഞാനായിട്ട് തന്നെയാ. എങ്കിൽ ഇനി മുതൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യേണ്ട. അതിന് ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ജോലി ഇവിടെ ഉണ്ടെങ്കിൽ 1 or 2 പേരെ കൂടി ജോലിക്ക് വയ്ക്കാം. ശരീരം അനങ്ങുന്ന രീതിയിൽ ഒരു ജോലിയും മോള് ചെയ്യണ്ട. മീര കൂടി ഇവിടെ ഉണ്ടല്ലോ. അടുക്കളയിൽ ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അതും നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം. ആഹാ, കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണല്ലോ. പുതിയ മരുമോൾ ഉപദേശിച്ചൊരു വഴിക്കാക്കുവോ? ഇവിടെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോളേക്കാൾ അച്ചടക്കവും അനുസരണയും ഇവൾക്കുണ്ട്. ഓ, നമുക്കിട്ട് താങ്ങുവാണല്ലോ. നീ ഇപ്പോഴല്ലേ ഉറക്കം എഴുന്നേറ്റ് വരുന്നത്? ദാ ആതിരെ കണ്ടോ, രാവിലെ ഉറക്കം എണീറ്റ് മുറ്റം മുഴുവൻ അടിച്ചു വാരിയിട്ട് നിൽക്കുക അവിടെ. ഇനി ഇതുപോലുള്ള ജോലി ഒന്നും ചെയ്യണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ. ആതിരെ, അച്ഛൻ പറയുന്നത് അതുപോലെ അനുസരിച്ചോട്ടോ. നീ എന്താ വിളിച്ചത്? ആതിരെന്നോ? ചേട്ടന്റെ ഭാര്യയെ പേരാണോടി വിളിക്കുന്നത്? ഏട്ടത്തിന്ന് വിളിക്കണം. ആതിരാന്ന് വിളിച്ച് ശീലിച്ചു പോയച്ചാ. ക്രമേണ ഞാൻ മാറ്റിയെടുത്തോളാം. കേട്ടോ ഏട്ടത്തി? എടി, നീ കളിയാക്കി സംസാരിക്കണ്ട. അപ്പൊ മോളെ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാ, നീ രാവിലെയും വൈകിട്ടും ഒന്ന് നടക്കാൻ പോ. കൂട്ടിന് ദേ ഇവിളെയും വിളിച്ചോ. എന്റെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ളവളാ നീ. അതെന്നെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് നീ സന്ദീപിന്റെ ഗർഭിണിയായ ഭാര്യ മാത്രം. എനിക്കങ്ങനെയല്ല. എന്റെ ചെറുമകനും അതിലുപരി നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശിയുമാണ് മോളുടെ വയറ്റിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. മനസ്സിലായോ? മനസ്സിലായി.
മോളെ ഇപ്പൊ നിനക്ക് സമാധാനമായോ? അച്ഛൻ പിണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വിഷമായിരുന്നല്ലോ നിനക്ക്. ഇനി ഒരു തരത്തിലും നീ വിഷമിക്കണ്ട. അച്ഛന് നിന്നോട് പിണക്കൊന്നുമില്ല അല്ലേ അച്ഛാ? എന്നോട് അച്ഛന് പിണക്കമൊക്കെ മാറിയെങ്കിലും ചേച്ചിയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ് അതൊന്നും സാരമില്ല മോളെ. ഇതെല്ലാം ഞാൻ കൂടി കാരണമല്ലേ ചേച്ചി? പിന്നെ എങ്ങനെയാ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക? ദേ ആതിരെ, നീ ഇനി അർച്ചനയ്ക്ക് വേണ്ടി സംസാരിച്ച് അദ്ദേഹത്തിന് നിന്നോട് ഇപ്പൊ തോന്നിയ സ്നേഹം കൂടി കളയരുത്. ഇന്നല്ലെങ്കിൽ നാളെ അർച്ചനയോടുള്ള പിണക്കമൊക്കെ മാറും. അതോർത്ത് നീ വിഷമിക്കണ്ട. അതെ, ആ അച്ഛൻ അർച്ചനയിടത്തിയോട് എത്ര ദിവസം പിണങ്ങിയിരിക്കാൻ പറ്റും? ഇതൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. മോളെ നമ്മുടെ അച്ഛനെ പോലെ തന്നെ ഒരു പാവം ഇവിടുത്തെ അച്ഛനും. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ മാറുമ്പോൾ അച്ഛൻ എന്നോട് പഴയ പോലെ സ്നേഹം ഉണ്ടാവും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ചെന്ന് വിശ്രമിക്ക. നീ ഇനി ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട. എടുത്തേ നോക്കണേ. ആഹാ, അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. മേരിയച്ചയോടൊപ്പം ചേർന്ന് ഞാനും നോക്കിക്കോളാം എന്റെ കുഞ്ഞേടത്തി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് അർച്ചന പറഞ്ഞത്? എനിക്ക് ഗൗരവമായൊരു കാര്യം ഡോക്ടറോട് പറയാനുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താ കാര്യം? നന്ദേട്ടൻ എവിടെയോ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന സംശയം ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്തത്. നന്ദേട്ടനുള്ളത് അവന്തിക എന്ന സ്വന്തം ഭാര്യയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇതൊക്കെ എൻ്റെ ഊഹങ്ങൾ മാത്രം. ഉള്ളതാണോ എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റുന്നൊന്നുമല്ല. നന്ദനെ അവന്തിക കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള സംശയം മുൻപർച്ചന സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്രയും വർഷമൊക്കെ... അതെ, ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ കൂടി ഞാൻ ഊഹിച്ച കാര്യം ഇത്. നന്ദനെ പോലെ ഒരാളെ ഒരിക്കലും ഇത്രയും വർഷമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ അവന്തികയ്ക്ക് കഴിയില്ല അർച്ചന. അതിനുള്ള മനക്കരുത്തൊന്നും അവന്തികയ്ക്കില്ല. അച്ഛനെ ഒരു വാക്കുകൊണ്ടെങ്കിലും നോവിക്കാൻ എനിക്കോ ഡോക്ടർക്കോ പറ്റുമോ? മരുന്ന് മാറി കുത്തിവെച്ച് മരണവെപ്രാളത്തിലാക്കിയിട്ട് അച്ഛനെ ചവിട്ടി വീഴ്ത്തിയ അവന്തിക എന്ന ക്രൂരയായ സ്ത്രീയുടെ മനസ്സ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. മാനേജർ വിജയെ ക്രൂരമായി കൊന്നു. ഗർഭിണിയായ ആതിരെ തള്ളിയിട്ട് അബോർഷനാക്കാൻ നോക്കി. അങ്ങനെ എന്തെല്ലാമാ അവരുടെ നീചപ്രവൃത്തികൾ. ഇതൊക്കെ നമുക്കറിയാവുന്നത്. അറിയാത്തതായി എന്തൊക്കെ കാണും? അർച്ചനയുടെ സംശയം ഞാൻ ശരിവച്ചാൽ തന്നെ നന്ദൻ എന്നയാളിനെ ഇത്രയും വർഷം എന്തിന് തടവിലിടണം? അവൾക്കയാളെ കൊന്നു കളഞ്ഞൂടെ? അങ്ങനെ തടവിൽ വെച്ചാൽ തന്നെ ഏത് നിമിഷവും നന്ദൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വർഷം ആ ടെൻഷനും കൊണ്ട് അവന്തിക നടക്കുമോ? അതിലും ഭേദം കൊന്നു കളഞ്ഞാൽ പോരെന്ന് അവൾക്ക് തോന്നിക്കാണില്ലേ? ആ ഒരു കാര്യം
എന്നെ ഇപ്പൊ ഈ സംശയത്തിൽ നിർത്തുന്നതും എനിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റാത്തതും. പക്ഷേ എന്തോ ഒരു കാര്യം കൊണ്ട് നന്ദേണ്ണ അവരെ കൊന്നിട്ടില്ല. ഞാൻ മുന്നേ ഒരു ദിവസം ഡോക്ടറോട് പറഞ്ഞില്ലേ, അവന്തിക ആരോടോ ഫോണില് നന്ദേണ്ണെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു എന്ന്. പിന്നെ ഞാൻ എപ്പോഴോ നന്ദേണ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവവ്യത്യാസത്തിൽ അന്ന് എനിക്ക് സംശയം തോന്നിയതാ. അവന്തികയെ പോലൊരു സ്ത്രീക്ക് ഗുണ്ടകളുടെ സഹായം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു സഹായം എത്ര നാൾ ഉണ്ടാവും? ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ അവസരം കിട്ടാതിരിക്കോ നന്ദന്? അല്ലെങ്കിൽ അത്രയും ശക്തനായ ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഇപ്പോ അവന്തികയ്ക്കുള്ളതാരാ? അങ്ങനെ ഒരാളുണ്ടെങ്കിലോ? അങ്ങനെ ശക്തനായ ഒരാൾ അവന്തികയോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈസി ആയിട്ട് നടക്കില്ലേ? അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയില്ലല്ലോ. എനിക്കറിയാം. അവന്തികയ്ക്കും അനഘയ്ക്കും ഒരമ്മാവനുണ്ടെന്നുള്ള കാര്യം ഡോക്ടർക്കറിയോ? അമ്മാവനോ? അതെ. നന്ദേണ്ണവരെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറഞ്ഞ അമ്മാവനോടൊപ്പമായിരുന്നു അവന്തികയും അനഘയും താമസിച്ചിരുന്നത്. ആ കഥയൊക്കെ അവന്തിക പറഞ്ഞു തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഒരാളെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ അർച്ചനയുടെ സംശയം ന്യായമായി എടുക്കാൻ പറ്റുന്നത് തന്നെയാ. ഇന്നലെ രാത്രി അവന്തികയും അനഘയും തമ്മിൽ ഈ അമ്മാവന്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ സംശയമൊക്കെ മാറുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അയാൾ എവിടെയെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിക്കും. അയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അർച്ചനയ്ക്ക്? അയാള് മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്തെപ്പറ്റി ചെറിയൊരു സൂചന സച്ചേണ്ടേന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് അന്വേഷിക്കണം. എന്തായാലും ഇങ്ങനൊരു സംശയം ബലപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നന്ദനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഇനി നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ. ശ്രമിക്കണം ഡോക്ടർ. നമ്മളെ കാണാത്ത എന്നാ നമ്മളെക്കുറിച്ച് സകലതും അറിയാവുന്ന അവന്തികയുടെ ആജ്ഞ അനുസരിക്കുന്ന ഹരിഹരനെ നാളെ നമുക്ക് കണ്ടുപിടിക്കണം. ഹരിഹരൻ എന്ന വ്യക്തിയെ തേടിയുള്ള യാത്രയിൽ നമുക്ക് നന്ദേണ്ണെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കും. മാഷേ, ആ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മക്കളുടെ കാര്യ. അവിടെ എന്താ വിശേഷമെന്നോ അവിടെ വല്ല പ്രശ്നമുണ്ടോന്നോ ഒന്നും അറിയാതെ എങ്ങനെയാ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഇന്നലെയാണെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വപ്നം കാണുകയും ചെയ്തു. നെല്ലിശ്ശേരി വീട്ടില് നമ്മുടെ മക്കളെ ആക്രമിക്കാൻ ആരൊക്കെ ഇട്ട് ഓടിക്കുന്നു. അവരുടെ കയ്യിൽ മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. പേടിച്ച് വിറച്ച് നമ്മുടെ മക്കള്. നീ സദാസമയം അവരുടെ കാര്യം ആലോചിച്ച് നടക്കുന്നുണ്ടാ ഈ വക സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആണെന്നുള്ള നിന്റെ പേടി ആദ്യം നീ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റ്. അപ്പൊ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. ആ പേടി ഉള്ളതല്ലേ മാഷെ? നമ്മുടെ മക്കളെ ഏത് രീതിയിൽ വിഷമിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും അവിടെ തന്നെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ലേ ഇപ്പോഴും അവര് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നത്. എങ്കിലും എനിക്കൊരു ഉൾഭയമുണ്ട് മാഷെ. ഇന്നലെ അങ്ങനെ ഒരു സ്വപ്നം കൂടെ കണ്ടുകൊണ്ട് ആ ഭയം കൂടുകയും ചെയ്തു. നിനക്കതോർത്ത് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നീ ആ ഫോൺ എടുത്ത് മക്കളെ ആരെങ്കിലും വിളിക്ക്. എന്നിട്ട് അവരോട് സംസാരിക്ക്. അവിടെ ആരെയും വിളിക്കരുതെന്നല്ലേ അനൂപ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവനെങ്ങനെ അറിഞ്ഞ പിന്നെ? അവനറിഞ്ഞ അനൂപ് നമ്മുടെ മോനാ. അവൻ പറയുന്നത് നമ്മളല്ല, നമ്മൾ പറയുന്നത് അവൻ കേൾക്കണം. ഞാനല്ലേ പറയുന്നത്. നീ ആ ഫോണിനെടുത്ത് അവളെ വിളിക്കാമല്ലേ?
ആ അമ്മയാണല്ലോ. അമ്മേ, മോളെ സുഖാനോടി നിനക്ക്? സുഖം അമ്മേ. അവിടെയോ? അമ്മയ്ക്കും അച്ഛനൊക്കെ സുഖമല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. അനുപേട്ടൻ വിളിക്കുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാത്ത. പിന്നെ മോളെ അവിടെ ആദരിക്ക് അച്ഛനൊക്കെ സുഖാനോടി? അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത്.